ഏവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് ചൈനയുടെ എക്സിക്യൂട്ടീവിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം, ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചൈനീസ് ലെജിസ്ലേച്ചർ അഥവാ ചൈനയുടെ നിയമനിർമ്മാണ സഭയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചർച്ച ചെയ്തതാണ് അതിനെ പറ്റിയിട്ട്. അപ്പോൾ ചൈനയുടെ ലെജിസ്ലേച്ചർ അറിയപ്പെടുന്നതിന് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPC എന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചൈനയുടെ എക്സിക്യൂട്ടീവിനെ പറ്റിയാണ്. അപ്പോൾ ചൈനയുടെ എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ് കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് എന്താണ് സ്റ്റേറ്റ് കൗൺസിൽ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ, കൂടാതെ പവേഴ്സ് എന്തെല്ലാമാണ്, അതിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നെല്ലാമാണ് ഈ വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഗവൺമെൻറ്റിനെ മൂന്നാക്കിയിട്ടാണ് ലോകത്ത് എവിടെയും തരംതിരിച്ചിരിക്കുന്നത്. അതായത് ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, അതുപോലെ ജുഡീഷ്യറി. അപ്പോൾ ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണ സഭയുടെ പ്രധാന കർത്തവ്യമെന്ന് പറയുന്നത് നിയമങ്ങൾ നിർമ്മിക്കുകയാണ്. അപ്പോൾ കൂടാതെ എക്സിക്യൂട്ടീവ്, രണ്ടാമത്തെ ഘടകമാണ് ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ്, അതായത് കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ ഇവരുടെ കർത്തവ്യം എന്ന് പറയുന്നത് നിയമങ്ങൾ, അതായത് ലെജിസ്ലേച്ചർ നിർമ്മിച്ച നിയമങ്ങൾ നടപ്പിൽ വരുത്തുകയാണ്. ബ്യൂറോക്രാറ്റ്സ് അഥവാ എക്സിക്യൂട്ടീവിൻ്റെ ചുമതല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ജുഡീഷ്യറി അഥവാ നീതിന്യായ വിഭാഗമാണ്. അതായത് ഈ ലെജിസ്ലേച്ചർ നിർമ്മിക്കുന്ന നിയമങ്ങൾ കൃത്യമായിട്ടുള്ളതാണ്, അതിൻ്റെ നിയമങ്ങളുടെ സാധുത പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ട കർത്തവ്യം. ഓക്കെ. അപ്പോൾ ചൈനയുടെ എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ് കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നറിയപ്പെടുന്ന രാഷ്ട്രത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റാണ് സ്റ്റേറ്റ് കൗൺസിൽ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ചൈന എന്ന രാഷ്ട്രത്തിലെ അധികാര വ്യവസ്ഥയിലെ തന്നെ ഒരു സുപ്രധാന ഘടകത്തിൻ്റെ കാര്യനിർവഹണ സമിതിയായിട്ടാണ് ഈ സ്റ്റേറ്റ് കൗൺസിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നിരവധിയായ രാഷ്ട്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികളടങ്ങിയ ഒരു സമിതിയാണ് ഈ സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ടായിരിക്കുക. ഓക്കെ. അതായത് ഇതിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കുക എന്ന് നോക്കിയാൽ ചൈനയിലെ തന്നെ പ്രധാനമന്ത്രി, അതുപോലെ ഉപപ്രധാനമന്ത്രിമാർ, കൂടാതെ ഓരോ സ്റ്റേറ്റിലെയും കൗൺസിലർമാർ, അതായത് സ്റ്റേറ്റ് കൗൺസിലർമാർ, കൂടാതെ വകുപ്പ് മേധാവികളായ മന്ത്രിമാർ, കൂടാതെ ചൈനയിലെ ഓഡിറ്റർ ജനറൽ, അതുപോലെ തന്നെ സെക്രട്ടറി ജനറൽ എന്നിവരെല്ലാവരും തന്നെ ചേർന്നതാണ് സ്റ്റേറ്റ് കൗൺസിൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ. നമ്മൾ കണ്ടതാണ്, ഇവരെ എല്ലാവരെയും തന്നെ നിയമിക്കുന്നതും അതുപോലെ തന്നെ അവരെ വേണമെങ്കിൽ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുന്നതും അതുപോലെ തന്നെ അംഗങ്ങളെ ഇതിലേക്ക് വിളിച്ചു ചേർക്കുന്നതും എല്ലാം തന്നെ ലെജിസ്ലേച്ചർ അഥവാ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ചൈനയിൽ തന്നെ പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രിമാർ, സ്റ്റേറ്റ് കൗൺസിലർമാർ, അതുപോലെ തന്നെ വകുപ്പ് മേധാവികളായ മന്ത്രിമാർ, ഓഡിറ്റർ ജനറൽ, അതുപോലെ തന്നെ സെക്രട്ടറി ജനറൽ എന്നിവരെല്ലാവരും ഉൾപ്പെട്ട ഒരു എക്സിക്യൂട്ടീവാണ് സ്റ്റേറ്റ് കൗൺസിൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഈ സ്റ്റേറ്റ് കൗൺസിലിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ള വ്യക്തി ആരാണെന്ന് നോക്കിയാൽ പ്രധാനമന്ത്രിയാണ്. ഓക്കെ. ചുരുക്കി പറഞ്ഞാൽ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ തന്നെ കാര്യക്ഷമമായ എല്ലാ പ്രവർത്തനത്തിൻ്റെയും പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുക പ്രധാനമന്ത്രിക്കായിരിക്കും. മാത്രമല്ല, മന്ത്രിമാരുടെ ഉത്തരവാദിത്വത്തെ പറ്റി പറയുകയാണെങ്കിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള എല്ലാത്തരം വകുപ്പുകളുടെയും അതുപോലെ തന്നെ കമ്മീഷനുകളുടെയും അതിന്മേലുള്ള പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മന്ത്രിമാർക്കായിരിക്കും. ഓക്കെ. അപ്പോൾ ഞാനിത് ഓൾറെഡി എനിക്ക് ലഭ്യമായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ്സ് റെഫർ ചെയ്ത് അതിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് സ്ലൈഡ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റ് വായിച്ചു വിടുന്നത്. ഓക്കെ. ഡീറ്റെയിൽസ് കൂടുതലായിട്ട് തരാത്തതും അതുപോലെ തന്നെ ജസ്റ്റ് ഇത് MA നിലവാരത്തിലുള്ള ക്ലാസ് അല്ല, ജസ്റ്റ് BA നിലവാരത്തിലുള്ള ക്ലാസ്സാണ്. അതായത് ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി തരുമോ എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ചുരുക്കി പറഞ്ഞാൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ കേന്ദ്ര ഗവൺമെൻറ് അഥവാ എക്സിക്യൂട്ടീവാണ് സ്റ്റേറ്റ് കൗൺസിൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് ഇവർക്ക് ധാരാളം അധികാര അവകാശങ്ങളുണ്ടായിരിക്കും. അതായത് നിയമാനുസൃതവും അതുപോലെ തന്നെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള വകുപ്പുകളുടെയും അതുപോലെ തന്നെ കമ്മീഷനുകളുടെയും എല്ലാം തന്നെ പൂർണ്ണമായ ഉത്തരവാദിത്വം മന്ത്രിമാർക്കായിരിക്കും. ഓക്കെ. മാത്രമല്ല, ഈ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വരുന്നത് പ്രധാനമന്ത്രിക്കായിരിക്കും. ഓക്കെ. അപ്പോൾ അതിനുള്ള റെസ്പോൺസിബിലിറ്റി പ്രധാനമന്ത്രിയിലാണ് നിക്ഷിപ്തമായിരിക്കുക.
ചുരുക്കി പറഞ്ഞാൽ നിയമാനുസൃതമായതും അതുപോലെ തന്നെ തങ്ങളുടെ വകുപ്പുകളുടെ ന്യായാധികാരം അനുസരിച്ചിട്ടും ചൈനയിലെ മന്ത്രിസഭകളും അതുപോലെ തന്നെ കമ്മീഷനുകളും അവർ ആജ്ഞകൾ അതുപോലെ തന്നെ ചട്ടങ്ങൾ അതുപോലെ തന്നെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഭരണപരമായി നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് കൗൺസിൽ എന്നറിയപ്പെടുന്ന രാഷ്ട്രത്തിൻ്റെ തന്നെ അധികാര വ്യവസ്ഥയിലെ സുപ്രധാന കാര്യനിർവഹണ സമിതിയായ ഈ സ്റ്റേറ്റ് കൗൺസിലിന് അഥവാ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ കേന്ദ്ര ഗവൺമെൻറ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് കൗൺസിലിന് ധാരാളം അധികാര അവകാശങ്ങളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവ എന്തെല്ലാമാണ് നോക്കിയാൽ രാഷ്ട്രത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ആജ്ഞകളും പുറത്തിറക്കുന്നത് ഈ സ്റ്റേറ്റ് കൗൺസിലായിരിക്കും. ഓക്കെ, കൂടാതെ ഭരണപരമായ തീരുമാനങ്ങളും ചട്ടങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുന്നതും ഈ സ്റ്റേറ്റ് കൗൺസിലായിരിക്കും. ഓക്കെ, അതായത് നമുക്കറിയാവുന്നതാണ് ലെജിസ്ലേച്ചർ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവിൻ്റെ അഥവാ കാര്യനിർവഹണ സമിതിയുടെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞാൽ സ്റ്റേറ്റ് കൗൺസിൽ ഭരണപരമായ പ്രമാണങ്ങൾ പ്രയോഗിക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രത്തിൽ നടപ്പിലാക്കേണ്ട നിയമങ്ങളും അതുപോലെ തന്നെ ചട്ടങ്ങളും നിയമങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുകയും ചൈനയിലെ ഭരണഘടനയും അതുപോലെ തന്നെ അതിലെ വ്യവസ്ഥകളും അനുസരിച്ചുള്ള ആജ്ഞകൾ പുറത്തിറക്കുകയും ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട അധികാരങ്ങളിൽ പെട്ടതാണ്. ഓക്കെ, കൂടാതെ മന്ത്രിമാരുടെ അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട എല്ലാ കമ്മീഷനുകളുടെയും പ്രവർത്തനങ്ങളുടെ മേൽ ചുമതലകളും എല്ലാം തന്നെ നിർവഹിക്കുന്നത് ഈ സ്റ്റേറ്റ് കൗൺസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മന്ത്രിസഭകളുടെയും അതുപോലെ തന്നെ കമ്മീഷനുകളുടെയും എല്ലാതരം പ്രവർത്തനങ്ങളുടെയും മേൽ ഏകീകൃതമായ ഒരു നേതൃത്വം അഥവാ സൂപ്പർവിഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി മന്ത്രിമാരുടെയും അതുപോലെ തന്നെ കമ്മീഷനുകളുടെയും ചുമതലകളുടെ സൂപ്പർവിഷൻ അഥവാ മേൽനോട്ടം വഹിക്കുന്നത് ഈ കൗൺസിലായിരിക്കും. ഓക്കെ, കൂടാതെ മന്ത്രിസഭകളുടെയും അതുപോലെ തന്നെ കമ്മീഷനുകളുടെയും ന്യായാധികാരത്തിൻ്റെ പരിധിയിൽപ്പെടാത്ത ദേശീയ സ്വഭാവമുള്ള എല്ലാതരം ഭരണ കാര്യങ്ങളും മുന്നോട്ട് നയിക്കുന്നത് ഈ സ്റ്റേറ്റ് കൗൺസിലായിരിക്കും. കൂടാതെ ധാരാളം പദ്ധതികൾക്ക് ഈ സ്റ്റേറ്റ് കൗൺസിൽ ചൈന എന്ന രാഷ്ട്രത്തിൽ രൂപം നൽകുന്നുണ്ട്. അതായത് സ്റ്റേറ്റ് കൗൺസിൽ ദേശീയ സാമ്പത്തിക പുരോഗതി അതുപോലെ തന്നെ സാമൂഹിക പുരോഗതി അതായത് സോഷ്യൽ ജസ്റ്റിസ് അതുപോലെ നാഷണൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടാതെ സ്റ്റേറ്റ് ബഡ്ജറ്റ് എന്നിവയ്ക്ക് എല്ലാം വേണ്ടി ധാരാളം പദ്ധതികൾക്ക് ഈ സ്റ്റേറ്റ് കൗൺസിൽ രൂപം നൽകുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഈ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരങ്ങളിൽ പെട്ടവയാണ്. കൂടാതെ സാമ്പത്തിക കാര്യങ്ങൾ അതുപോലെ തന്നെ ചൈനയിലെ നഗര ഗ്രാമീണ വികസനം കൂടാതെ ജുഡീഷ്യൽ ഭരണം കൂടാതെ വിദേശകാര്യം ദേശീയ പ്രതിരോധം തുടങ്ങിയവയെല്ലാം തന്നെ ഉൾപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളും ഭരിക്കുന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ കേന്ദ്ര ഗവൺമെൻറ്റായ ഈ സ്റ്റേറ്റ് കൗൺസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അധികാര അവകാശങ്ങൾ കൂടി ഈ സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ടായിരിക്കും. കൂടാതെ ഇതിൻ്റെ മറ്റൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അഥവാ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വിദേശവാസികളായ ചൈനക്കാരുടെ അവകാശങ്ങൾ അതായത് ചൈനീസ് പൗരന്മാർ മറ്റ് രാഷ്ട്രങ്ങളിൽ പോയി താമസിക്കുമ്പോൾ അവരുടെ അവകാശങ്ങളും അതുപോലെ തന്നെ വിദേശവാസം കഴിഞ്ഞ് ചൈനയിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ചൈനീസ് പൗരന്മാരുടെ അവകാശങ്ങളും അതായത് മറ്റ് രാഷ്ട്രങ്ങളിൽ താമസിച്ച് തിരിച്ചു വരുന്ന ചൈനീസ് പൗരന്മാരുടെ അവകാശങ്ങളും അതായത് പുറത്തുള്ള രാഷ്ട്രത്തിലും അതുപോലെ തന്നെ ചൈനയിലും സംരക്ഷിക്കപ്പെടുന്നതും ഈ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ അധികാര അവകാശ പവേഴ്സ് എല്ലാം തന്നെ സ്റ്റേറ്റ് കൗൺസിൽ എന്നറിയപ്പെടുന്ന ചൈനീസ് എക്സിക്യൂട്ടീവിനുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ അധികാര അവകാശങ്ങൾ ഉണ്ട് എങ്കിലും എന്നിരുന്നാലും നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് അഥവാ ചൈനയുടെ ലെജിസ്ലേച്ചർ എന്നറിയപ്പെടുന്ന NPC നിർദ്ദേശിക്കുന്ന ചുമതലകളും അതുപോലെ തന്നെ അധികാരങ്ങളും മാത്രമാണ് ഈ സ്റ്റേറ്റ് കൗൺസിൽ ഉപയോഗിക്കാനാവൂ എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചൈനയുടെ എക്സിക്യൂട്ടീവിനെ പറ്റി പ്രധാനമായും പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.